അച്ഛന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആണോ? അത് പിന്നെ സിനിമയെ പറ്റി അങ്ങനെയാണല്ലോ, പെൺകുട്ടികൾക്ക് സേഫ് അല്ല പുറത്ത്, അങ്ങനെയൊക്കെയാണ് സിനിമയെ പറ്റി കേട്ടിരിക്കണേ. അപ്പൊ അച്ഛനോട് എന്ത് പറഞ്ഞു? പിന്നെ അച്ഛന് അവസാനം മനസ്സിലായി. അച്ഛന് മനസ്സിലായി ഇനിയിപ്പോ കൂടെ നിന്നേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഈ കുട്ടി അങ്ങോട്ട് പോകുന്നു വിചാരിച്ചിട്ട് അച്ഛനും കൂടെ നിന്നു അവസാനം. ആണോ? അപ്പൊ ആദ്യമൊക്കെ സമയത്തൊക്കെ അച്ഛനും വരുമായിരുന്നോ ലൊക്കേഷനിലേക്കൊക്കെ? അച്ഛൻ വരുമായിരുന്നു, അച്ഛനും അമ്മയും ഫുൾ ഫാമിലി വരുമായിരുന്നു. ഞാൻ കഴിപ്പിക്കാതിരിക്കല്ല, കഴിച്ചോ പറയാം. അങ്ങനെ എത്ര കാലം കൂടെ അവരെല്ലാരും കൂടെ അനുഗമിച്ചു? പിന്നെ രണ്ടാമത്തെ സിനിമ ഒരേ മുഖമായിരുന്നു. ജമുനപ്പേരയാണ് ആദ്യത്തെ പടം. അത് കഴിഞ്ഞ് ഒരേ മുഖത്തിന്റെ ഷൂട്ട് തൃശ്ശൂരായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പോയി വരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തന്നെ പോയി തുടങ്ങി. അപ്പൊ ഈ ബാങ്കിൽ ജോലി കളയാനായിട്ട് വീട്ടുകാർ സമ്മതിച്ചോ? കൊറേ ഞാൻ പിടിച്ചു നിന്നു. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ പിടിച്ചു നിന്നു. അത്രയും നേരം നിന്നോ? ശരി. 2017 വരെ ഞാൻ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2017 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ലീവുകൾ എടുക്കാൻ തുടങ്ങിയത്. കിട്ടിയ എല്ലാ ലീവ് എടുത്ത് തീർത്തല്ലേ? ഭക്ഷണം കഴിക്കും. ഞാൻ ചോദ്യം ചോദിക്കണോ അതോ ഭക്ഷണം നമ്മൾ കഴിച്ചോളൂ? ആണോ? ഒരു ഗെയിമും കൂടെ കളിക്കാൻ പോവാ. അയ്യോ, ഭക്ഷണം തീർന്നില്ലേ ചേട്ടാ? അടിപൊളി കുനാഫ. കുനാഫ ഓ, അടിപൊളി അടിപൊളി. മുറിച്ചാലോ? പിന്നെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി മുറിച്ചാലോ? കാണുമ്പോ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ. ഗായത്രിയുടെ ബർത്ത്ഡേ എന്നാ? എന്റെ ഓഗസ്റ്റ് 24. താങ്കളുടെ സോഡിയാക് സൈൻ ഞാൻ പറയട്ടെ? പറഞ്ഞോ. സ്വന്തമായിട്ട് വാങ്ങിച്ചു പിടിച്ചതാ, പറഞ്ഞോ. ഏരീസ് ആണോ? അല്ല, ഏരീസുകാര് ഭയങ്കര ദേഷ്യക്കാരാ. ഞാൻ ഏരീസ് അല്ല. പക്ഷെ ഫയർ സൈൻ ആണ് അല്ലെ? ഫയർ അല്ല, വാട്ടർ ആണ്. ക്യാൻസർ ആണോ? കറക്റ്റ്. അതെന്താ അത്ര അല്ല അത്ഭുതം? താങ്കളുടെ എനർജി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു താങ്കൾ ഫയർ സൈൻ ആണ്. എനർജി ഇങ്ങനെ എന്താ? വാട്ടർ വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണല്ലോ. അതല്ല, ക്യാൻസർ ഇസ് ദ ബെസ്റ്റ് സോഡിയാക് സൈൻ. അതാണ്. ഭയങ്കര ഇമോഷണൽ ആണ്, എല്ലാവരുടെയും ഭയങ്കര എംപത്തറ്റിക് ആണ്. കറക്റ്റ്. ഇതൊക്കെ എന്താ ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ? എനിക്ക് ഈ സോഡിയാക് സൈനെ പറ്റി വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഞാൻ ഭയങ്കര ഒരു സ്വീറ്റ് ടൂത്ത് ഉള്ള ആളല്ല. അതെയാ? അങ്ങനെ പറഞ്ഞ എന്താ? അല്ല, അങ്ങനെ അല്ല, എനിക്ക് അങ്ങനെ ഭയങ്കര മധുരപ്രിയ അല്ല. എന്നാലും അടിപൊളിയായിട്ടുണ്ട്, സത്യമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഹെവി ടേസ്റ്റ്. കുറച്ചു നേരത്തേക്ക് ആ ക്യാമറക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കോ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ നമ്മള് ഗെയിം സെഗ്മെന്റിലെ ലാസ്റ്റ് ഗെയിം കളിക്കാൻ പോവാണ്. എങ്ങനെ പടം വരയ്ക്കാനുള്ള കഴിവുണ്ടോ ഗായത്രിക്ക്? ഇല്ലല്ലോ, പേടിക്കണ്ട, എനിക്കും ഇല്ല. പക്ഷെ നമ്മള് പടം വരച്ച് ഈ സിനിമ ഏതാണെന്ന് നമ്മള് ഇവിടെയുള്ള ആൾക്കാരെ ബോധിപ്പിക്കും. ഓക്കെ. ഇതിൽ ഏതൊക്കെ സിനിമ പേരുകൾ എഴുതിയിട്ടുള്ളതെന്ന് സത്യമായിട്ട് എനിക്കും അറിയത്തില്ല. ആദ്യത്തെ ഗായത്രി എടുക്കും, അടുത്ത ഞാൻ എടുക്കും. അങ്ങനെ നമുക്ക് പരസ്പരം ഒരു കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ എടുക്കാം.